അഥവാ ഉടമ്പടി നമ്മൾക്ക് എന്ത് നേടിത്തരുന്ന പ്രാർത്ഥനയാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഉടമ്പടിയും വാഗ്ദാനവുമായിട്ടാണ് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ കൂടെ തന്നെയാണ് ദൈവം എപ്പോഴും വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുന്നത്. ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും, ജോലി, വീട്, വിവാഹം തൊട്ട് നിത്യത വരെ എല്ലാം ദൈവം, അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം അത് നേടുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ദൈവം അത് സിമ്പിൾ ബ്ലെസ്സിങ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കേവല അനുഗ്രഹങ്ങളല്ല, ദൈവം വാഗ്ദാനങ്ങളാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണതെല്ലാം വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ ഒരു അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. പഞ്ചായത്തിൽ ഒരു നമ്മുടെ വീട്ടിലുള്ള കുളം അല്ലെങ്കിൽ ഒരു ജലസംഭരണി, കണ്ടം എന്നൊക്കെ പറയും ആലപ്പുഴ പ്രദേശത്ത്, അത് ഒന്ന് ആഴപ്പെടുത്തി ഭംഗിയാക്കി അതിൽ മീൻ വളർത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഒരു ആപ്ലിക്കേഷൻ വെക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് വെക്കുന്നു. പക്ഷേ ഗവൺമെൻറ് എന്താണ് ചെയ്യണത്? ഉടനെ അതിന് സ്കീമുണ്ടോ എന്ന് നോക്കും. അതൊക്കെ മുമ്പ് തന്നെ ഗവൺമെൻറ്റിന് ആ വിഷയത്തിൽ പദ്ധതി ഉണ്ടോ എന്ന് നോക്കും. പദ്ധതിയാണ് ആദ്യം നോക്കുന്നത്. പദ്ധതി ഇല്ലെങ്കിൽ അപ്പം തന്നെ അപേക്ഷ തള്ളിപ്പോകും. പദ്ധതി ഉണ്ടെങ്കിൽ അതൊരു സ്കീം ഉൾപ്പെടുത്തിയായിരിക്കും ഗവൺമെൻറ് അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ സ്കീം ഇപ്പോഴുണ്ടോ എന്ന് നോക്കും. പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല, സ്കീം ഇപ്പോഴും ഉണ്ടാകണം. അപ്പോഴിതുപോലെ തന്നെയുള്ള വിഷയമാണ് ബൈബിളിലുള്ളത്. പക്ഷേ ബൈബിളിലുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടി പദ്ധതി ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും വേണ്ടി സ്കീമുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ലോകരാജ്യത്തിൽ ഇന്ന ചില കാര്യങ്ങൾക്ക് ചില കാലങ്ങളിലായിരിക്കും പദ്ധതി ഉണ്ടാകണത്, സ്കീം ഉണ്ടാകണത്. ദൈവരാജ്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലങ്ങളിലും സ്കീമുണ്ടാകും. ഈ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്കീം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോഴേ റിയ റേച്ചലിൻ്റെ സാക്ഷ്യം കേട്ടാൽ നമ്മൾക്ക് വളരെ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. റിയ റേച്ചൽ എന്താ പറയണത്? ആ സാക്ഷ്യം നല്ല റീച്ചിങ്ങുള്ള സാക്ഷ്യമാണ്. അവരുടെ വിഷയം, അവരുടെ ഒരു 12 വയസ്സിൽ വെച്ച് അവരുടെ മുടി മൊത്തം പോകും, തലമുടി മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇതിന് വേണ്ടി ഇവർ 8 കൊല്ലത്തോളം ചികിത്സ നടത്തും. കാര്യം പെൺകുട്ടിയാകുമ്പോൾ, വളർന്നു വരുന്ന പെൺകുട്ടിയാകുമ്പോൾ അവരത് പറയുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് തലമുടി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത മാനസിക പീഡ അവർ അനുഭവിക്കുകയാണ്. എല്ലാ മേഖലകളിലും അത് പ്രശ്നമാകും. അവരുടെ പ്രൊഫഷനെ ബാധിക്കും, വിവാഹത്തെ ബാധിക്കും, കുറേ പ്രശ്നങ്ങളാണ്. അല്ലാതെ നമ്മളൊരു തലമുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം അല്ലത്. അത് മുന്നോട്ട് ചെല്ലും തോറും ഉത്കണ്ഠകളുടെ പെരുക്കമാണ് വരണത്. എന്താ വരണത്? അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കും തീർച്ചയായിട്ടും. പിന്നീട് അവരുടെ വിവാഹത്തെ ബാധിക്കും. ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അവർ 8 കൊല്ലമാണ് ഈ റിയ റേച്ചൽ ചികിത്സ നടത്തുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് 8 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ലഭ്യമായിട്ടുള്ള എല്ലാവിധ ചികിത്സകളും അവരത് നടത്തുകയാണ്. പക്ഷെ അതിന് വലിയ ഫലമില്ലെന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു പാർശ്വമായിട്ട് കഷണ്ടിയായി പോകുന്ന അവസ്ഥയല്ല. ഇവർ ഫുൾ ബ്ലാഡഡാണ്. അതായത് മുഴുവൻ കഷണ്ടിയായി പോവുകയാണ്. മുഴുവൻ കഷണ്ടിയായി പോകുമ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ അവർ കഷണ്ടിയായി കീമോ ഒക്കെ എടുക്കുമ്പോൾ കഷണ്ടിയായി പോയാലും ഒരു ടൈം കഴിയുമ്പോൾ അത് തിരിച്ചു വരും, ആ മുടികൾ തിരിച്ചു വരും. അങ്ങനെ ബാൾഡായി പോണതല്ല.
ഇത് ഒരു ഡിസീസാണ്. അവർ ആ ഡിസീസിൻ്റെ പേര് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അലോപേഷ്യ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപേഷ്യ ഏരിയറ്റ ഓട്ടോ ഇമ്മ്യൂണിയൻ ഡിസീസ് എന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ അതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ, കോശങ്ങൾ തന്നെ കോശങ്ങളെ കൺസ്യൂം ചെയ്യും. അതാണല്ല ഓട്ടോ ഇമ്മ്യൂണിയൻ എന്ന് പറയണത്. അതായത് കോശങ്ങൾ തന്നെ കോശങ്ങളെ കൺസ്യൂം ചെയ്യും, തിന്നുകളയും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇതിന് മരുന്നുമില്ല. ഈ ഒരു സ്ഥാനം അങ്ങനെ 8 കൊല്ലം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ചെന്നാലും വൈദ്യശാസ്ത്രം നൽകുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ട് ഇവിടെ. കാര്യം ഇത് കോശങ്ങളെ കഴിക്കുന്ന അലോപേഷ്യ ഏരിയറ്റ രോഗമാണ്, ഓട്ടോ ഇമ്മ്യൂണിനാണ്, കോശങ്ങൾ കഴിക്കുന്നതാണ്. നമുക്ക് നിലവിൽ അതിന് മരുന്നില്ല എന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും ഇവർ? ഇത്രയും നാൾ കാശ് കുറേ മുടക്കി കാണുമല്ല, ഒരു പക്ഷേ ആയിരക്കണക്കിന് രൂപ മുടക്കി കാണും. 8 ലക്ഷം 8 വർഷം എടുത്തില്ലേ? അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയുടെ അമ്മയുടെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥ ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്, അല്ല ഒരു കഥ കേൾക്കുകയല്ല. ഈ അൾത്താറയെ വെച്ച് എന്താണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ വെച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ പണ്ട് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ വിഷയം പറയുകയല്ല. ഇന്ന് ഈശോ ഇപ്പം ഇവിടെ വെച്ച് എന്ത് ചെയ്തതെന്നാണ് ഞാൻ പറയണത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളെല്ലാം പറയും. ആ കാരണങ്ങളെല്ലാം നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ റെക്ടിഫൈ ചെയ്താൽ ഇതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് നമുക്ക് ഏത് സമയത്തും ഉണ്ടാവും. അത്ഭുതങ്ങളൊന്നും അത്ര ഒരു അകലെയല്ല. ശരിക്കും കൃപാസനത്തിൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാരെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലോപേഷ്യ ഏരിയറ്റ രോഗത്തിന് മെഡിസിൻ ഇല്ല. അത് കോശങ്ങളെ തിന്നുന്ന രോഗമാണ്. പക്ഷേ ഈ മെഡിസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ ഇവരുടെ അമ്മ, ഈ റിയ റേച്ചലിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കുന്നത്. അവർ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ അവർ പറയുന്ന സാക്ഷ്യം. അതായത് അവരാദ്യം ഈ 6 കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 കാര്യങ്ങളിൽ ആദ്യം എഴുതണം എന്താണെന്ന് അറിയാമോ? എൻ്റെ മകളുടെ തലയിൽ 10 വർഷമായിട്ട്, അതായത് 8 വർഷം മരുന്ന് ഉപയോഗിച്ചു, 2 വർഷം ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 8 വർഷം, ഈ 10 വർഷത്തോളം കാലം അവർ വേറെ വിഗ് വാങ്ങിച്ച് വെച്ച് നടക്കുകയാണ്. അതാണ് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുഴുവനും ഈ റിയ ഒരു വിഗ്ഗും വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഡയറക്റ്റ് വിവാഹത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടും പ്രൊഫഷൻ്റെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന കാര്യം എന്താണ്? എൻ്റെ മകളുടെ തലയിലുള്ള തലമുടിയെല്ലാം തിരിച്ചു വരണമെന്നാണ് ആദ്യം എഴുതി വെക്കണം, മാതാവിനോട് പറയണത്. അപ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഒരിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? അതാണ് ചോദ്യം. ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ലഭ്യമായ എല്ലാ പ്രാർത്ഥനാ രീതികളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ ഇരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ, പ്രാർത്ഥിച്ച ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഡിഫർ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉടമ്പടിക്കുള്ള പ്രത്യേകത? ഈ ഉടമ്പടിയിൽ ഇത് വെക്കുകയും 90 ദിവസം, ഉടമ്പടിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 90ആണ്. അത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ കുടികൊള്ളുന്നത്, ആ ദൈവസാന്നിധ്യമാകുന്ന കൃപാസനം, ആ ദൈവവചനം ഉൾക്കൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സ്വർണ്ണ പേടകം
ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 90 ദിവസമാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണപേടകത്തിൽ കർത്താവിൻ്റെ വചനമാണ് ദൈവസാന്നിധ്യമായിട്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നവനായ ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാനാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ കൃപാസനമായി മാറണത്. അമ്മ ഈ കൃപാസനമെന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് 89 അമ്മ എന്നോട് പറയണത്. അതായത് ഞാനൊരു മരിയൻ ഇയർ അന്നുണ്ടായിരുന്ന കാലത്ത് അമ്മയെ ഞാൻ 7000 കുടുംബങ്ങൾ അല്ല 1500 കുടുംബങ്ങൾ ഞാൻ കയറി ഇറങ്ങി അവർക്കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയുടെ തിരുസ്വരൂപത്തെ സ്വീകരിച്ച ഒരു ആഗസ്റ്റ് 11 1987. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ തുടങ്ങിയത്. അല്ല, ഇത് ഓൾ ഓൺ എ സഡൻ 2004 സംഭവിക്കണ വിഷയമല്ല. 87 അതായത് ഞാനിത് പറയണമെങ്കിൽ, അതായത് നിങ്ങളും ഇതുപോലെ ഈ വിഷയങ്ങൾക്ക് ദൈവികമായ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഓർക്കൊണ്ട് മാതാവിൻ്റെ രൂപം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നതാണ് വിഷയം. അതിൽ ഇതുപോലെ എല്ലാ ഇടവക അംഗങ്ങളെയും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറക്കി ആയിരങ്ങളെ കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയെ സ്വീകരിക്കുമ്പോൾ രാത്രി മുഴുവൻ പള്ളിയിൽ സ്വീകരിച്ചിട്ട് അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പല ഇടവകകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഏതെല്ലാം ഇടവകയിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന്. ചില ആൾക്കാർ അട്ടിപ്പാർട്ടിക്കാർക്ക് പതാകയ്ക്ക് സ്വീകരണം കൊടുക്കണം. ഒരു മാലയെ വിട്ട് ഒരു കൈക്കാരന് ഒരു അച്ഛനൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് അമ്മയെ പറഞ്ഞു വിടും. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് വിഷയം. അല്ല, ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന വട്ടമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അങ്ങനെ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഓരോ വിഷയവും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഒരു ഇൻറ്റ്യൂഷൻ തരണം. അതായത് പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ചില ആൾക്കാർക്ക് വളരെ വൈകാരികമായിട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഈ റിയ റൈച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉള്ളൊരു സാക്ഷ്യം, അതുപോലെ രസകരമായൊരു സാക്ഷ്യമുള്ളത് ഷേർലി വട്ടിയൂർക്കാവാണ്, ട്രിവാൻഡ്രത്തെ ഷേർലിയുടെ സാക്ഷ്യം. ഷേർലിയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു മകന് ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്, എൻ്റെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, UK ഇൻ്റർവ്യൂ ആണ്. അവൻ +2 ആണ്. പക്ഷേ ആ ഫോൺ ഇൻ്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അവന് ടെൻഷൻ, അവൻ പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴെന്താ അവർ ചെയ്യണത്, അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞ, മകനെ നീ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കും, നിനക്ക് അമ്മ അത് തരും. ഈ ചില അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്, അതായത് ഇവൻ തകർന്നു പോയി, ഇവൻ്റെ ആ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഷേർലി പറയും, അടുത്ത ഇൻ്റർവ്യൂവിന് നീ പങ്കെടുക്കും, അമ്മ നിനക്കത് തരും. എന്നിട്ട് ഇവർ പറയണ ഒരു സാക്ഷ്യമുണ്ട്. ഞാനൊരു കാശുരൂപം കൃപാസനത്തിൽ വന്ന് അച്ഛനോട് വെഞ്ചരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ്റെ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്തത്. പോക്കറ്റിലിട്ടല്ല പ്രശ്നം, പോക്കറ്റിലിട്ടിട്ട് ആ കാശുരൂപത്തിൽ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരാൾ ഒരു വിഷയം ചെയ്യേണ്ട രീതി കണ്ടില്ലേ, ഒരു കാശുരൂപമുണ്ട്, നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പറയണത്. അവർ പറയണത് ആ കാശുരൂപം കൊണ്ടുപോയിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് അത് മാതാവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്ലേസ് ചെയ്തെന്നാണ് പറയണത്. ഇതെന്ന് പറയണത് ഒരാളിന് ദൈവവുമായിട്ടുണ്ടാകുന്ന വൈകാരികമായ ഒരു ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, വിശ്വാസം ഒരിക്കലും കേവല വിശ്വാസമായിട്ട് നിൽക്കത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ കേവല വിശ്വാസത്തിൻ്റെ കൂടെ ദൈവസ്നേഹമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണതെന്ന് ഞാൻ പറയണം. ഇപ്പോൾ ആദ്യത്തേത്, ഇപ്പോൾ റിയ റൈച്ചൻ്റെ വിഷയം എന്താണ്,
അവർ 90 ദിവസമായപ്പോൾ 10 വർഷത്തിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ മരുന്നും എല്ലായിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയിൽ അമ്മേ എൻ്റെ മകൾക്ക് തലമുടിയില്ല, അമ്മ തിരിച്ച് തലമുടി വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ 90 ദിവസമാണ് ഉടമ്പടിയുടെ ദിവസം. ആ 90-ാം പക്കം ആകുമ്പോൾ മുട്ടി വളർന്ന് അങ്ങോട്ട് കയറും. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം. സാക്ഷ്യം ഇട്ട് കൊണ്ട് കിടപ്പുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണി ഡിസീസ് വെച്ചാൽ കോശങ്ങൾ കഴിക്കുന്നത് കാരണം ഒരു കാലത്തും മുടി വരത്തില്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഉടമ്പടിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അസാധ്യമെന്ന് തോന്നണ ആ വിഷയത്തിന് ഉടമ്പടി തീരുമാനം ഉണ്ടായെന്നല്ല അച്ഛൻ്റെ പ്രശ്നം. ഉടമ്പടി തീരുമാനം ഉണ്ടായ സാക്ഷ്യത്തിലുണ്ടല്ലോ. എൻ്റെ വിഷയം ഉടമ്പടിയിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത്. ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉണ്ടായത്, പെട്ടെന്നുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസമാണ്. ഒന്ന് വെച്ചാൽ റിയ റീച്ചൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ ജോലി, വീട് വെക്കണം, ലോൺ കിട്ടണം, മൂത്ത മകൾക്ക് പ്രൊമോഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം എഴുതിയതിന് ശേഷം 6ാമത്തത് ഒക്കട്ടെ കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വേണേൽ എഴുതും. എൻ്റെ മകളുടെ തലയിൽ മുടിയില്ല, അത് നടക്കാത്ത കാര്യമാണ്, അത് ദൈവത്തിനും നടക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാണ് ഈ 6ാമത്തെ കാര്യമായിട്ട് എഴുതണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉടമ്പടിയിൽ 6ാമത്തെ കാര്യം എഴുതുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റത്തില്ലെങ്കിലും മാതാവിനതറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അവസാനം 6ാമത്തായിട്ട് നീ എഴുതിയ എന്താണ്? 25 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകുടി മാറണേ. അതെന്താ 6ാമത്തായിട്ട് എഴുതിയത്? അതാണല്ല നീ ഇത്രയും നാൾ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കണത്. ഇതെങ്ങനെയാണ് 6ാമത്തായിട്ട് വന്നത്? ഇപ്പം നിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചത്ത് മാത്രമേ ഇത് തീരത്തുള്ളൂ, ദൈവത്തിന് പോലും ഈ കുടി മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈ 6ാമൻ്റെ പ്രശ്നം. അതായത് ഈ ഒരു ഒറ്റ ഈ 6ാമത് ഈ സാധനം വെച്ചിരിക്കണ കാരണം തന്നെ നിൻ്റെ മുഴുവൻ ഉടമ്പടി തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ നീ എന്താണ് ഈ 6ാമത് വെച്ചിരിക്കുന്നത്? 6ാമത്ത് വെച്ചിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ കാര്യം ചിലപ്പോൾ ഒത്ത കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ മനുഷ്യനിപ്പം 30 കൊല്ലമായി വെള്ളം അടിക്കണത്. കല്യാണ ദിവസം വരെ വെള്ളം അടിച്ചതാണ് ആ മനുഷ്യൻ. അപ്പോൾ അതെങ്ങനെ മാറാനാണ്? പിന്നെ മാതാവിന് ശക്തി ഉണ്ടെങ്കിൽ മാറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെയും പരിപാലനയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും 6ാമത്തെ കാര്യം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 6ാമത്തെ കാര്യം ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ ഉള്ളതെല്ലാം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്, ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ഇപ്പോൾ റേച്ചലിൻ്റെ അമ്മയ്ക്ക്, റിയ റേച്ചലിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ മകൾക്ക് എന്ത് ഓട്ടോ ഇമ്മ്യൂണി ഡിസാണെന്ന് പറഞ്ഞാലും ശരി, പരിശുദ്ധ അമ്മ വിചാരിച്ചാൽ എൻ്റെ മകൾക്ക് മുടി തിരിച്ചു വരുമെന്ന്. അത് 6ാമത്തെ കാര്യമല്ല, 1ാമത്തെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ വിജയിക്കാൻ കാരണം. ഏറ്റവും അസാധ്യമായ കാര്യം 1ാമത്തെ കാര്യമായിട്ട് എഴുതിയിരിക്കണം. അപ്പോഴെന്ന് വെച്ചാൽ അത്രയും ദൈവത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാ വിഷയങ്ങളും രക്ഷപ്പെടുന്ന കാര്യം ആദ്യത്തെ വിഷയത്തിൽ തന്നെ അവർ കവർ ചെയ്ത്, ഉടമ്പടി ഡിമാൻഡ്സ് കവർ ചെയ്തു.